KCBയുടെ സബ് എഞ്ചിനീയർ എക്സാമുമായി ബന്ധപ്പെട്ട് KCBയുടെ AE എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വീഡിയോസുകൾ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. KCB സബ് എഞ്ചിനീയർ AE ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അതായത് KCBയുടെ പല എക്സാംസുകളെ കുറിച്ചും അതേപോലെ എക്സാമിന് ശേഷം റാങ്ക് ലിസ്റ്റിനെ കുറിച്ചും റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ഇൻ്റർവ്യൂസിനെ കുറിച്ചൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും വീഡിയോസിൽ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെടുത്ത് പറയാറുണ്ട്, PSCയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ KCBയുടെ ഭാഗത്തു നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളതല്ല പലപ്പോഴും ന്യൂസസ് ഒക്കെ വരാറുള്ളത്. അത് ഉദ്യോഗാർത്ഥികളിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമുക്കത് കഴിഞ്ഞ ഒരു 1-2 വർഷം അല്ലെങ്കിൽ 2, 3, 4 വർഷമൊക്കെ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് PSC അത് റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിൻ്റെ പേരിൽ ഉദ്യോഗാർത്ഥികൾ കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ നിലവിൽ KCBയുടെ ഭാഗത്തു നിന്ന് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. KCBയുടെ വേക്കൻസികൾ ഘട്ടം ഘട്ടമായിട്ട് റിപ്പോർട്ട് ചെയ്യുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ KCBയുടെ പുതിയ തീരുമാനം എന്ന് പറയുന്നത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. KCBയുടെ മുഴുവൻ ഇതുവരെ വന്നിരിക്കുന്ന വേക്കൻസികൾ മുഴുവൻ ഒറ്റ ഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, അത് റിപ്പോർട്ട് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. PSCയുമായിട്ട് അടുത്ത വൃത്തങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് KCBയുടെ 900-ലധികം വരുന്ന പോസ്റ്റുകളിലേക്കുള്ള റിപ്പോർട്ട് ആ ഒരു PSCയിൽ ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അത് PSCയുടെ വെബ്സൈറ്റിലൂടെ നിങ്ങളിലേക്ക് എത്താൻ മാക്സിമം ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അത് നിങ്ങളിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് PSCയിലേക്ക് KCBയുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു വാർത്തയാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 900-ലധികം പോസ്റ്റുകളിൽ മുഴുവൻ സബ് എഞ്ചിനീയർ AE പോസ്റ്റുകളല്ല, ഇതിൽ 217 പോസ്റ്റുകളാണ് സബ് എഞ്ചിനീയറിൽ വരുന്നത്. അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ 214 പോസ്റ്റുകളിലേക്കുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിയമനം ഉടൻ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നല്ല വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ സബ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിലാണെങ്കിൽ ശരി, AE റാങ്ക് ലിസ്റ്റിലാണെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള നമ്പർ തന്നെയാണ് ഈ നമ്പർ എന്ന് പറയുന്നത്. ഒറ്റഘട്ടമായിട്ട് 400-ലധികം ആളുകൾക്ക് ഒരേ സമയം ജോലി ലഭിക്കാൻ പോകുന്നു KCBയിൽ എന്നുള്ളതാണ്. അപ്പോൾ KCBയുടെ AEയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടേ ഉള്ളൂ. ഈ റാങ്ക് ലിസ്റ്റിൽ വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഈ റാങ്ക് ലിസ്റ്റിൽ ആകെയുള്ള ഉദ്യോഗാർത്ഥികളിൽ 1/3 വിദ്യാർത്ഥികളും എൻട്രി ആപ്പ് ഉപയോഗിച്ച വിദ്യാർത്ഥികളാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളിൽ വലിയൊരു വിഭാഗം ആളുകളും എന്ത് ചെയ്യാൻ പോവാണ്, ഈ പറഞ്ഞിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറിലൂടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗസറ്റഡ് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ പോകാൻ പോവുകയാണ്. അതേപോലെ സബ് എഞ്ചിനീയർ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് പല ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ടെൻഷനൊക്കെ വിരാമമായിരിക്കുന്നു. നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ എഫേർട്ടാണ് ഇതിന് പിന്നിലുള്ളത്. അതിൽ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഉണ്ട്, മീഡിയാസ് ഉണ്ട്, അതേപോലെ യൂട്യൂബ് ചാനലുകളുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അങ്ങനെ എല്ലാ ആളുകളുടെയും ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ PSCയിലേക്ക് ഇത് റിപ്പോർട്ടായിട്ടുള്ളതും അത് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ വന്നിരിക്കുന്നതും. സോ നിങ്ങളുടെ എഫേർട്ടൊന്നും ഒരിക്കലും നഷ്ടമാവില്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. KCBയുടെ AE റാങ്ക് ലിസ്റ്റിൽ 214 ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, 500-ൽ താഴെ ആളുകൾ മാത്രമുള്ള ഒരു റാങ്ക് ലിസ്റ്റിൽ ഇത്രയധികം പോസ്റ്റിംഗ് ആദ്യഘട്ടത്തിൽ തന്നെ വരുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റ് 3 വർഷം വരെ നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ്. അതിന് മുന്നേ തന്നെ മുഴുവൻ ആളുകൾക്കും ഒരുപക്ഷെ നിയമനം സംഭവിച്ചേക്കാം. അതിനർത്ഥം അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് ഒരുപാട് വൈകാനൊന്നുള്ള സാധ്യതയില്ല എന്നുള്ളത് കൂടിയാണ് അല്ലേ. അതായത് KCBയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാം ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട് അല്ലേ. ആ ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ KCBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷ ഒരുപക്ഷെ ഒരുപാട് വൈകാനുള്ള സാധ്യതയില്ല. അടുത്ത 2 വർഷത്തിനുള്ളിൽ തന്നെ വീണ്ടും ഈ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് BTech ഗ്രാജുവേറ്റ് ആയിട്ടുള്ള മുഴുവൻ ആളുകളും വളരെ വിജിലന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ അവസരം കൂടി തുറന്നു വരുന്നു. അതായത് KCBയുടെ AE പോസ്റ്റിലേക്ക് വീണ്ടും ഒരു എക്സാമിനേഷൻ, അത് സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്കും പെട്ടെന്ന് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. അതായത് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന, അതായത് KCBയുടെ കഴിഞ്ഞ എക്സാമുകളിൽ കുറഞ്ഞ മാർക്കുകൾക്ക് നഷ്ടപ്പെട്ട മുഴുവൻ ഉദ്യോഗാർത്ഥികളും ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള സമയങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം ഒരുപാട് സമയമൊന്നും ഇരുന്ന് പഠിക്കേണ്ട, കുറച്ച് സമയമാണെങ്കിൽ ആ സമയം മാറ്റി വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മികച്ച റാങ്കോട് കൂടി കേരള PSCയുടെ ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾ
നിങ്ങൾക്കൊരു ജോബ് ലഭിക്കും എന്നുള്ളതാണ്. ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ് എന്ന് കൂടി മനസ്സിലാക്കുക AI പോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലോങ് ടേം ആയിട്ട് നടത്തുന്ന ബാച്ചാണ് സ്പാർക്ക് ബാച്ച് എന്ന് പറയുന്നത്. സോ സ്പാർക്ക് ബാച്ചിലൂടെ നിങ്ങൾക്ക് AI ലെവലിൽ നടക്കുന്ന മുഴുവൻ എക്സാംസുകളും ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും. സോ സ്പാർക്ക് ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതൊരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ചാണ്. സ്പെഷ്യൽ മെൻറ്റർഷിപ്പോട് കൂടി ലോങ് ടേം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. 2025 നിങ്ങളുടേതായിട്ട് മാറട്ടെ. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. സോ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആരംഭിക്കുന്ന ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു AI ലെവൽ ഗോൾഡ് ബാച്ചാണ് സ്പാർക്ക് ബാച്ച് എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന മുഴുവൻ AI എക്സാംസുകളെയും ഈ ഒരു സ്പാർക്ക് ബാച്ചിലൂടെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ച് നമുക്ക് പഠിക്കാം, വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാം. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക, നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.